ഹലോ, ഇന്നൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. അമ്മ സ്പെഷ്യൽ നെയ്ച്ചോറും ബീഫാറിനെ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ സവാള ഇടണത്. സവാള പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമുളക് മാറിക്കഴിയുമ്പോഴത്തേക്കും തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവേ, വേവിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബീഫ് വേവിച്ച വെള്ളമാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടി ആഡ് ചെയ്ത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് വേകാനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് വേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോണത് നെയ്ച്ചോറാണ്. അതിന് ഫസ്റ്റ് പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ആ പാനിൽ തന്നെ കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും നമുക്ക് ഓരി മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ പൊടിക്കാത്ത മസാലകൾ ഇട്ട് കൊടുക്കാനുണ്ട്. റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വെച്ച അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നെയ്യൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക ഒരു 20 മിനിറ്റോളം. അപ്പോഴേക്കും നെയ്ച്ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് മല്ലിയിലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാം ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ.